ഈ കഴിഞ്ഞ മെയ് മാസം വരെ 487 എണ്ണമാണ് രജിസ്റ്റർ കല്യാണത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചത്, കേരളം മുഴുവൻ. ഞങ്ങൾ ഈ കാസായിലെ എല്ലാ എല്ലാ ഓരോ രജിസ്റ്റർ ഓഫീസിലും, ഓരോ സബ് രജിസ്റ്റർ ഓഫീസിലും ഓരോരുത്തർക്ക് ചാർജ് ഉണ്ട്. രണ്ടോ മൂന്നോ പേർക്ക് ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പിന് ഇവിടെ ചാർജ് ഉണ്ട്. അവർ 1.5 ദിവസങ്ങളിൽ അവിടെ പോയി ഈ അപേക്ഷകൾ നോക്കും. ആരൊക്കെയാണ് പുതിയ കല്യാണം കഴിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നുള്ള അപേക്ഷകൾ നോക്കും. എന്നിട്ട് അതിൻ്റെ കോപ്പി അവിടുന്ന് മേടിക്കും. അതിൻ്റെ കോപ്പി അവിടെ നിന്ന് എടുത്ത് മേടിച്ചിട്ട്, ഇപ്പോൾ ഹിന്ദു ആണെങ്കിൽ ഞങ്ങൾ അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും സംഘടന, RSSോ BJP യോ വിശ്വ ഹിന്ദു പരിഷത്തോ ആരാണോ അങ്ങനെ വിശ്വാസമുള്ളൊരു നേതാക്കളിൽ കൊണ്ടു കൊടുക്കും. ഇല്ലെങ്കിൽ അതിനടുത്തുള്ള സംഭവം. ഞങ്ങളുടെ ക്രിസ്ത്യൻ ആണെങ്കിൽ അതാത് ഇടവകളിലോ പള്ളികളിലോ പറയും. പലരും ഇതൊന്നും ഇടപെടാൻ ആരും താല്പര്യമില്ല. കാരണം ഇതൊക്കെ പല അച്ഛന്മാർ ഇത് ഒഴിവാക്കത്തേ ഉള്ളൂ. അച്ഛന്മാർ പറയുന്നത് എന്തേലും ആട്ടടാ, ഇത് കിടന്നു പൊറുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ഇടപെടുന്നവരെ അവരില്ലാതാക്കും, എന്തിനു വെറുതെ കൊടുക്കുന്നു, അവർക്ക് താല്പര്യമാണ് അവിടെ പോട്ടെ, ഇങ്ങനെ ഈ വൈദികർ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെ ഈ പരുവത്തിലായത്. ഇപ്പൊക്കെ കുറേ മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മെയ്യിൽ മാത്രം ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളായിട്ട് ഇത്രയും പേരെ അവർ കൊണ്ടുപോയി. അപ്പോൾ ഇത് ചെറിയ ഭവിഷ്യത്തല്ല. പിന്നെ ഈ പള്ളികൾ ഇടപെട്ട് ഏതാണ്ട് 100 ചില്ലുവാനം പിള്ളേരെ ഇതിനകത്ത് ഈ 457 316 ക്രിസ്ത്യനായിരുന്നു. അതിനകത്തോട്ട് 100-150 എണ്ണത്തിനൊക്കെ സഭയും പള്ളിയും വീട്ടുകാരൊക്കെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ട്. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെയൊക്കെ അടുത്തോട്ട് ഇറങ്ങി പോകുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ഇങ്ങനെ കളിക്കുക, അതീവ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നാട് നീളെ പരസ്യം ചെയ്ത് പുതിയ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ മൂന്നാളുകളെ ഇത് ബോധവൽക്കരിച്ചാൽ മതി. 2 മാസം കൊണ്ട് കേരളം മുഴുവൻ ഒറ്റക്കെട്ടാവും. പിന്നെ ഇവന്മാരുടെ പണി നടക്കത്തില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവരവർ ഇഷ്ടം പോട്ടെ, പ്രശ്നങ്ങളിൽ നിന്ന് മാറി നടക്കാം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ ഇതിനകത്തൊന്നും ഇടപെടത്തില്ല. ഇല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും തോന്നുമോ എന്നുള്ള ചിന്തയാണ്. പക്ഷെ അവർക്ക് ആ ചിന്തയൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഒരാളെ ഒരു 3 പേരെങ്കിലും വെച്ച് ബോധവൽക്കരിക്കുക. അതിനകത്ത് ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയുള്ളൂ. ബോധവൽക്കരിക്കുക 3 പേരെ. അങ്ങനെ ഒരാളെ കൊണ്ട് എത്ര പേരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ചിന്ത ഉണ്ടാക്കിയത് 2 മാസം 3 മാസം പരമാവധി. ഈ 3 മാസം കൊണ്ട് ഇങ്ങനൊരു അപകടം ഉണ്ടെന്ന് ആളുകൾക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും. ഈ ഭവിഷ്യത്ത് മാറ്റാൻ പറ്റും. അങ്ങനെ കൂടുതൽ മാറ്റാൻ പറ്റും. നിയമപരമായിട്ടോ സർക്കാരിനോ ചെയ്യുന്നതിന് ചില പരിമിതികളുണ്ട്.